ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കൂടുതൽ ഇൻഫർമേഷൻ വേണ്ടിയിട്ട്. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അങ്ങനെ ഞാൻ എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് അടിച്ചു. നേരിട്ട് ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയത്തിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പോകുന്ന വഴികളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് നിർമ്മിച്ചേക്കുന്നത്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മ്യൂസിയം എൻട്രൻസ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഗ്ലാസിൻ്റെ ഒരു ഡോർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ മ്യൂസിയത്തിലോട്ടാണ് എത്തുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും നമുക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്നതാണ്. അതിന് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. ഇതിൽ കയറണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റിന് വരുന്ന പ്രൈസ് ഒരാൾക്ക് 159 ദിർഹംസ് ആണ്. അഥവാ ഇന്ത്യൻ മണി 3500 രൂപയോളം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1400 മീറ്ററിലധികം വിസ്തൃതിയിലാണ് ഈ മ്യൂസിയത്തിൻ്റെ ഫസാഡിൽ തന്നെ ലൈറ്റിംഗ്, കാലിഗ്രഫി ഇതൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് റോബോട്ട് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള 1024 ഫസാഡ് പാനലുകൾ ഇതിനകത്തുണ്ട്. ഭൂമിയിൽ വെച്ച് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കെട്ടിടം എന്ന് പറയാൻ തന്നെ കാരണം കെട്ടിടത്തിൻ്റെ വാസ്തുവിദ്യ തന്നെയാണ്. പിന്നെ വൃത്താകൃതിയിലുള്ള ഇങ്ങനെയുള്ളൊരു കെട്ടിടം ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ ഒരു മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിന്. മാത്രമല്ല ഇതിന് വേറെയും പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഹ്യൂമാനിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ആ റൗണ്ട് ഷേപ്പിലുള്ള അതിൻ്റെ സെൻറ്ററിലുള്ള ആ റൗണ്ട് അജ്ഞാതമായിട്ടുള്ള ഭാവിയെ സൂചിപ്പിക്കും. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു പച്ചക്കുന്ന് ഭൂമിയെയാണ് വിശേഷിപ്പിക്കുന്നത്. ആൻഡ് നമുക്ക് പിന്നെ ഇതുമേ ഒരുപാട് അറബിക് കാലിഗ്രഫി കാണാം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിൻ്റെ തോട്ട്സിലുള്ള കുറച്ച് 1-2-3 ഇതുണ്ട് തോട്ട്സ്. സോ അതിലൊരു ഇത് ഞാൻ പറഞ്ഞുതരാം. വി വോണ്ട് ലിവ് ഫോർ 100 of years ബട്ട് ദ പ്രൊഡക്ട്സ് ഓഫ് അവർ ക്രിയേറ്റിവിറ്റി ക്യാൻ ലിവ് എ ലെഗസി ലോങ് ആഫ്റ്റർ വി ആർ ഗോൺ. അതാണ് അറബിയിലൊന്ന് എഴുതിയിരിക്കുന്നത്. അഥവാ അതിൻ്റെ അർത്ഥം നമ്മൾ 100 കണക്കിന് വർഷങ്ങളൊന്നും ജീവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ സർഗാത്മകതയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും വളരെ കാലം ഒരു പാരമ്പര്യം അവിടെ അവശേഷിപ്പിക്കാൻ കഴിയുമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അതിലുള്ള ഒരു കോട്സാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയത്തിനകത്ത് ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ലിഫ്റ്റൊക്കെ താഴുന്നതും അപ്പ് ആൻഡ് ഡൗൺസ് വരുന്നത് കാണാൻ പറ്റും. ഒരു ഡിഫറെൻറ്റ് ഡിസൈനിലാണ് ലിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കിവിടെ റോബോട്ടിക് ഡോഗ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സോവനീഴ്സ് കൊടുക്കുന്ന ഷോപ്സ്, ഇങ്ങനെ ഒരുപാട് നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനും പറ്റുന്നൊരു സ്ഥലമാണ് ഫസ്റ്റ് ഫ്ലോറും അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും. ഞങ്ങൾ പോയതൊരു ഈവനിങ് ടൈമിലായിരുന്നു. സോ അതിൻ്റെ ഔട്ട് സൈഡ് വ്യൂസും ഞാനൊന്ന് ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഫ്രണ്ട്സ് എല്ലാവരോടും ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ബാക്കിയുള്ള ഭാഗം കൂടെ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.